പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഇന്ന് ദൈവം നമുക്ക് നൽകുന്ന ദൈവിക സന്ദേശം സത്യത്തിന്റെ വഴി, ദ വേ ഓഫ് ട്രൂത്ത്. വിശുദ്ധ ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വചനം ഇങ്ങനെ പറയുന്നു: ഞാനാണ് വഴിയും സത്യവും ജീവനും. ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഇന്നത്തെ ലോകം പറയുന്നത് ഓരോരുത്തർക്കും സ്വന്തം സത്യമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ യേശു പറഞ്ഞത് എനിക്കൊരു സത്യമുണ്ട് എന്നല്ല, ഞാനാണ് സത്യമെന്നാണ്. ട്രൂത്ത് ഈസ് നോട്ട് ആൻ ഒപ്പീനിയൻ, ട്രൂത്ത് ഈസ് എ പേഴ്സൺ, ജീസസ് ക്രൈസ്റ്റ്. മനുഷ്യരുടെ ചിന്തകൾ കാലത്തോടൊപ്പം മാറുന്നു. ഇന്നലെ ശരിയെന്ന് കരുതിയത് ഇന്ന് തെറ്റാണെന്ന് പറയപ്പെടാം. എന്നാൽ ദൈവവചനം മാറുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹ്യൂമൻ ഒപ്പീനിയൻ ഷിഫ്റ്റ് വിത്ത് കൾച്ചർ, ബട്ട് ഗോഡ്സ് വേർഡ് സ്റ്റാൻഡ്സ് ഫോറെവർ. സത്യം ചിലപ്പോൾ നമ്മുടെ അഹങ്കാരത്തെ മുറിക്കും, എന്നാൽ അത് നമ്മെ സ്വതന്ത്രരാക്കും എന്നൊരു സത്യം. ട്രൂത്ത് മേ ചലഞ്ച് us, but it never deceives us. പ്രിയപ്പെട്ടവരെ, സത്യം ജനപ്രിയമാണോ എന്നതല്ല പ്രധാനപ്പെട്ടത്, അത് ദൈവത്തിൽ നിന്നുള്ളതാണോ എന്നതാണ്. യേശുവിനെ അറിയാതെ സത്യം പൂർണ്ണമായി അറിയാനാവില്ല. സത്യത്തിൽ നടക്കുന്നത് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കട്ടെ: യേശുവേ, എന്നെ അങ്ങയുടെ സത്യത്തിൽ നടത്തണം. ജീസസ്, ലീഡ് മീ ഇൻ യുവർ ട്രൂത്ത്. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിന് ഉയരുമ്പോൾ യഥാർത്ഥ വഴി, മാർഗം, സത്യം എല്ലാം ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തരും എന്നൊരു യാതൊരു സംശയം. ദൈവിക വചനപ്രകാരം നല്ലൊരു വ്യക്തിത്വമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആ സത്യം അറിഞ്ഞ് സ്വതന്ത്രമായ ഒരു ജീവിതം നയിപ്പാൻ നമ്മൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.